അപ്പൊ നമ്മള് ആരോഗ്യത്തോടെ, സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ആഹ് നല്ലൊരു ദിവസത്തിലോട്ട് എത്തിച്ചേർന്നിരിക്കുകയാണ് അൽഹംദുലില്ലാ. അപ്പൊ ഹീൽ ആൻഡ് ഗ്രോയുടെ മോർണിംഗ് സെഷനിൽ വരാൻ എല്ലാവർക്കും ഭാഗ്യം ഉണ്ടാവില്ല. എത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നമ്മൾ എന്താണ് കേൾക്കാറുള്ളത്? നമ്മൾ എന്താണ് കേട്ടുകൊണ്ടിരിക്കുന്നത്? ഓരോ ദിവസവും നമ്മൾ കേൾക്കുന്ന കാര്യം എന്തിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്? കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു. നമ്മൾ എന്താണ് പറയുന്നത് എന്നുള്ളത്. സംസാരം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണ് നമ്മൾ പറയുന്നത്? നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടത്? അതുപോലെ എന്തൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത്? ഒരു 20 സെക്കൻഡ്സിന്റെ ഉള്ളില് നിങ്ങളൊന്ന് ജസ്റ്റ് ആലോചിക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ഡെയിലി നമ്മൾ കേൾക്കുന്നത്? വീട്ടില് സംസാരം നമ്മൾ കേൾക്കുന്നുണ്ടായിരിക്കും. ഓഫീസിൽ കേൾക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ചുറ്റുപാടിലുള്ളവരെല്ലാം ഒരുപാട് കാര്യങ്ങൾ നമ്മളോട് പറയുന്നുണ്ടായിരിക്കും. സോഷ്യൽ മീഡിയ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ടെലിവിഷൻ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. ഇതൊക്കെ നിങ്ങൾ കേൾക്കുന്നില്ലേ? ഇല്ലേ? ഉം. ഇത് കൂടാതെ വേറെ ആരെങ്കിലും സംസാരിക്കുന്നത് കേൾക്കാറുണ്ടോ നിങ്ങളോട്? പറയൂ. ഇതൊന്നും കൂടാതെ ഇവരാരും കൂടാതെ നിങ്ങളോട് ആരൊക്കെയാണ് സംസാരിക്കാറ്? ആ, പോരട്ടെ. ആരെങ്കിലും സംസാരിക്കാറുണ്ടോ? ഉം. ഉണ്ടോ? എന്താ എന്റെ കുട്ടികൾക്കൊന്നും രാവിലെ ഒരു ഉഷാറില്ലേ? ആ, സ്വയം മനസ്സിൽ സംസാരിക്കാറുണ്ട് അല്ലേ? ഓക്കെ ഫൗസി. അപ്പോ നമ്മൾ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതിലേക്ക് വരാം. അതിന് മുന്നേ ഈ മറ്റുള്ള ജീവനുള്ളതോ ജീവനില്ലാത്തതോ ആയിട്ടുള്ള ആളുകള്, ജീവനില്ലാത്തതായിട്ടുള്ള ആളുകൾ എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയ അങ്ങനെ ഉള്ള ഡിവൈസസുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെയുള്ളവരൊക്കെ നമ്മളോട് സംസാരിക്കുന്നത് എന്താണ് ഏറ്റവും കൂടുതല്? നമുക്ക് ഉപകാരമുള്ള കാര്യമാണോ? അതോ അവർക്ക് ഉപകാരമുള്ള കാര്യമാണോ? ഉം. നമ്മളെ ചുറ്റുവട്ടത്തുള്ളവര് നമ്മൾ കേൾക്കെ സംസാരിക്കുന്നവരുണ്ടായിരിക്കും. നമ്മളോട് ആവണമെന്നില്ല, വെറുതെ സംസാരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മളോട് സംസാരിക്കുന്നുണ്ടായിരിക്കും. നമ്മളിപ്പോ ഒരു കുടുംബമൊക്കെ ആണെങ്കിൽ എസ്പെഷ്യലി നമുക്ക് നമ്മൾ കേൾക്കുന്ന കുറെ നമ്മളുടേതായിട്ടുള്ള കംപ്ലൈന്റുകൾ ഉണ്ടായിരിക്കാം. നമുക്ക് ബെറ്റർ ആക്കേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അയൽവാസിയെ കുറിച്ചിട്ടോ കുടുംബക്കാരെ കുറിച്ചിട്ടോ പറയുന്ന കഥകൾ ഉണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഉം. ജോലി സ്ഥലത്ത് പോയാൽ അവിടുത്തെ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടായിരിക്കാം. ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്ന മറ്റുള്ളവർ നമ്മളോട് പറയുന്ന കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത് പോസിറ്റീവ് ആയിട്ടുള്ള അതായത് സന്തോഷമുള്ള കാര്യമാണോ അതോ വിഷമിപ്പിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണോ? ഇപ്പോ പത്രം എടുത്താലും ടി വി തുറന്നാലും ന്യൂസുകളിലൊക്കെ വേദനകളും പ്രയാസങ്ങളുമാണ് കൂടുതൽ നമ്മൾ കാണുന്നത്. പക്ഷെ സോഷ്യൽ മീഡിയയിലോട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ പല ആളുകളുടെയും ലൈഫ് നമ്മൾ കാണുന്നുണ്ട്. ആ ലൈഫിൽ നിന്നൊക്കെ ഓരോ മെസ്സേജുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ. ആ ലൈഫിൽ നിന്നൊക്കെ ഓരോ മെസ്സേജുകൾ നമ്മൾ എടുക്കുന്നുണ്ട്. ആഹ്, ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു മൊമെന്റ് ആണ് എങ്കിൽ എൻ്റെ ലൈഫിൽ എന്താ ഈ ഹാപ്പിനെസ് ഇല്ലാത്ത? അല്ലെങ്കിൽ അവരൊരു യാത്ര പോവാണ്. ഒരു അല്ലെങ്കിൽ ഒരു കപ്പിൾസിന്റെ ഒരു റൊമാൻറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര കെയർ ചെയ്യുന്ന വല്ല വീഡിയോ കാണുമ്പോൾ എൻ്റെ ലൈഫിൽ എന്താ ഇതില്ലാത്തത് എന്നുള്ളത് കമ്പയർ ചെയ്യും. ചെയ്യാറില്ലേ? അതുകൂടാതെ ഇനി പേഴ്സണൽ ലൈഫിൽ മനുഷ്യന്മാരാണ് നമ്മളോട് സംസാരിക്കുന്നത് എങ്കിലോ അവര് പറയുന്ന പോസിറ്റീവിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് മുഴുവൻ നമ്മൾ എടുത്തു വെക്കും. ആണോ? അല്ലെങ്കിൽ എടുത്തു വെക്കണം എന്നില്ല. രാവിലെ തന്നെ നമ്മൾ കേൾക്കുന്നത്
മോശമായിട്ടുള്ള കാര്യങ്ങളാണ്, വേദനിപ്പിക്കുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അപ്പുറത്തെ വീട്ടിലത്തെ ആളുകളെ കുറിച്ച്, കുടുംബക്കാരെ കുറിച്ച് ഇങ്ങനെ കഥകൾ ഇങ്ങനെ നെഗറ്റീവ് പറയുന്നത് കേൾക്കുകയാണ് എങ്കിൽ, നമ്മളും ചിലപ്പോൾ മൂളി കൊടുക്കുകയാണ് എങ്കിൽ നമുക്ക് എന്താ ഉണ്ടാവുക? നമുക്ക് പിന്നെ അവിടുന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. മുന്നത്തെ സെഷനില് ഹീലെങ്ക്രോടെ ഹീലെങ്ക്രോടെ മൂന്നാമത്തെ ബാച്ചില് ഹീലെങ്ക്രോ മാത്രമായിട്ട് മുന്നേ ചെയ്തിരുന്നു. സോൾ മാസ്റ്റർ ഇല്ല. സോൾ മാസ്റ്റർ വേറെ, ഹീലെങ്ക്രോ വേറെ. അപ്പോ ഹീലെങ്ക്രോടെ ഒരു 7 ഡേയ്സ് ഓർ 11 ഡേയ്സ് അങ്ങനെയുള്ള ഒരു പ്രോഗ്രാമിൽ അവരെ തന്നെയാണ് അതിലൊരു ബ്യൂട്ടിഫുൾ എന്ന് വെച്ചാൽ മനസ്സാണ് ട്ടോ ഞാൻ പറയുന്നത്. അപ്പം ആകെ പ്രശ്നമായിട്ടാണ് ഹീലെങ്ക്രോയിൽ വരുന്നത്. അത് തന്നെ നമുക്ക് എന്തോ ഭയങ്കര ക്ഷീണമായിട്ട് അറിയാൻ പറ്റും. അപ്പൊ പിന്നെ പിന്നെ ആള് മാറി തുടങ്ങി. ആള് ആദ്യം തന്നെ ജോലി ഉപേക്ഷിച്ചു. കാരണം ജോലി സ്ഥലത്ത് രാവിലെ പോയി കഴിഞ്ഞാൽ വൈകുന്നേരം വരെ ഈ നെഗറ്റീവ് പറച്ചിൽ തന്നെ കേട്ട് 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 വീട്ടിലോ നെഗറ്റീവാണ്, പിന്നെ ജോലി സ്ഥലത്ത് നെഗറ്റീവ് ആകുമ്പോൾ ആൾക്കത് ഇറിറ്റേഷൻ ആണ്. ആള് വേറെ ജോലി കിട്ടിയിട്ടൊന്നല്ല, സാമ്പത്തികപരമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ്. ആള് ജോലി സ്റ്റോപ്പ് ചെയ്തു. ജോലി സ്റ്റോപ്പ് ചെയ്തിട്ട് വേറെ ജോലി അന്വേഷിച്ച് ഒരു മാസം കഴിഞ്ഞപ്പോ വേറെ ജോലി കിട്ടി. ആളിപ്പോ ഹാപ്പിയാണ്. പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലായി തുടങ്ങി. പക്ഷെ ഒരു ഹാപ്പിനെസ് സ്പേസിലേക്ക് പോയപ്പോ ആൾക്ക് കുറേയും കൂടെ ബെറ്റർ ആയിട്ട് ആളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റി. ഓക്കെ, ക്ലിയർ? അപ്പോ ആളുകളെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, പക്ഷെ ചിലപ്പോ നമുക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റും. പിന്നെ ഈ എല്ലാ കാര്യങ്ങളും നോ പറയാൻ പറ്റില്ല. നമ്മൾ പറയണ്ട അല്ലെങ്കിൽ നെഗറ്റീവ് പറയണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എന്താ നമുക്ക് മനസ്സിൽ കെടുക്കണം എന്നുള്ളത് നിങ്ങൾക്ക് എനിക്കും ചിന്തിക്കാം. ഇതുവരെ എടുത്തതിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇപ്പൊ ഈ പറഞ്ഞത് വരെ ഉള്ളതില്? ഓക്കെ, എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയണോ? നമ്മളോട് ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയണോ? പറയണോ? വേഗം ആയിക്കോട്ടെ കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കും നമ്മൾ മറുപടി പറയണോ? മറുപടി പറയേണ്ടതില്ല. പക്ഷെ നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത്? മറ്റുള്ളവർക്കൊന്നും മറുപടി കൊടുക്കൂല. മറ്റുള്ളവരിപ്പോ നമുക്ക് എന്തെങ്കിലും കാര്യം പറഞ്ഞാല് ഇപ്പൊ മറുപടി കൊടുത്തിട്ട് പ്രശ്നമാവോ എന്ന് വിചാരിച്ചിട്ട് മറുപടി കൊടുക്കില്ല. പക്ഷെ ഇവരെല്ലാം മാറ്റി നിർത്തി എപ്പോഴും നമ്മളോട് സംസാരിക്കുന്ന ഒരാളുണ്ട് എന്ന് പറഞ്ഞല്ലോ, അത് നമ്മൾ തന്നെയാണ്. നമ്മളുടെ ഒരുപാട് ചിന്തകൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്ന ആ വ്യക്തിക്ക് നമ്മൾ എപ്പോഴും ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടല്ലേ ഇരിക്കുന്നത്? നമ്മളുടെ ചിന്തകൾക്ക് നമ്മളിങ്ങനെ മറുപടി കൊടുത്തോണ്ടേയിരിക്കുന്നില്ലേ? അവരെന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ആയി? അവരിത് കൊണ്ടായിരിക്കും, എന്നോട് ഇഷ്ടമില്ലാത്തത് കൊണ്ടായിരിക്കും. നമ്മൾ തന്നെ മറുപടി കൊടുക്കുകയാണ്. അവരെന്താ വിളിക്കാതിരുന്നത്? അവർക്ക് പ്രയോറിറ്റി മാറിയിട്ടുണ്ടായിരിക്കും. ഞാനിപ്പോ കൊള്ളത്തില്ലാത്തത് കൊണ്ടായിരിക്കാം. എനിക്ക് എഡ്യൂക്കേഷൻ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം. അങ്ങനെ 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 നമ്മൾ ഇങ്ങനെ മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കാം. നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ മാറ്റിവെക്കാം. നിങ്ങളോട് നിങ്ങൾ തന്നെ സംസാരിക്കുന്നുണ്ട്. എനിക്കതിന് കഴിയുന്നില്ല, ഇതിന് കഴിയുന്നില്ല, അല്ലെങ്കിൽ നമ്മളോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇനി അതിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ സംസാരിക്കുന്നത് മറുപടി കൊടുക്കുന്നത് കൂടുതൽ പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നമ്മള് നമ്മളിൽ നിന്ന് കേൾക്കുന്ന കാര്യവും നമ്മുടെ ചിന്ത നമ്മളോട് സംസാരിക്കുന്ന കാര്യങ്ങളും നമ്മൾ തിരിച്ചതിൻ്റെ ഒരു മറുപടി നമ്മളെ മനസ്സിൽ ഇങ്ങനെ ആയിരിക്കാം, ഊഹം എന്ന് പറയും അതിന്, ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. അത് കൂടുതൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? നെഗറ്റീവ് ഓർ പോസിറ്റീവ്, ഏതാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്? നെഗറ്റീവ്. നമ്മൾ നമ്മളെ കുറിച്ച് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും ചോദിക്കുന്നതും ഒക്കെ അതിന് മറുപടി കൊടുക്കുന്നതും. ഇപ്പൊ
എന്തെങ്കിലും ഒരു കാര്യം വരുമ്പത്തിനും നമ്മൾ ഓൾറെഡി തിങ്ക് ചെയ്യാണ്. നമ്മൾ മനസ്സിന്റെ ഉള്ളിൽ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ അത് തിങ്ക് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓവർ തിങ്കിങ് ചെയ്തിട്ട് നെഗറ്റീവ് ആയിട്ടുള്ള ഒരു മറുപടിയാണ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോ എവിടേക്കെങ്കിലും ഒരു സ്ഥലത്തേക്ക് പോവാൻ വേണ്ടി നിൽക്കുകയാണ്. ഒരു നമ്മളിപ്പോ ഇവൻ ഒരു സർക്കാർ സർക്കാർ സ്ഥാപനത്തിലോട്ട് നമുക്ക് എന്തെങ്കിലും പേപ്പർ ശരിയാക്കാൻ വേണ്ടി പോകാൻ വേണ്ടി നമ്മൾ നിൽക്കുകയാണ്. ആദ്യമേ നമ്മൾ ചിന്തിക്കുകയാണ് ഇന്ന് പോയിട്ട് എന്താ ഉണ്ടാവുക? അപ്പൊ തന്നെ മറുപടി മനസ്സ് പറയും ഇന്ന് പോയിട്ട് ഇത് ശരിയാവണമെന്നില്ല. കാരണം ഒരു 2-3 വട്ടമെങ്കിലും നടക്കേണ്ടി വരും. ഉം. അല്ലേ? അങ്ങനെ നമ്മൾ തന്നെ പല കാര്യങ്ങൾക്കും ഇന്നിപ്പോ പോയിട്ട് ശരിയാവണമെന്നില്ല. അങ്ങനെ പല കാര്യങ്ങൾക്കും ഇതിപ്പോ അവരങ്ങനെ വിചാരിച്ചിട്ടായിക്കൊള്ളണമെന്നില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കാം. എന്നെ മാറ്റി നിർത്തിയതായിരിക്കാം. മാത്രം മാറ്റി നിർത്തിയതായിരിക്കാം. ഇത് എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പറഞ്ഞതായിരിക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ തന്നെ നമ്മളോട് സംസാരിക്കുകയാണ്. സത്യത്തിൽ മറ്റുള്ളവർ പറയുന്നതാണോ, നമ്മൾ നമ്മളെക്കുറിച്ച് പറയുന്നതാണോ ഏറ്റവും കൂടുതൽ മനസ്സ് ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക? മറ്റുള്ളവർ ഒരു പ്രാവശ്യമേ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. അത് കേട്ടിട്ട് നമ്മളൊരു 100 പ്രാവശ്യം നമ്മളോട് തന്നെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഉം. മറ്റുള്ളവര് 1 തവണയോ 2 തവണയോ പറഞ്ഞ കാര്യം നമ്മൾ നമ്മളോട് തന്നെ നിരന്തരം, നിരന്തരം, നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആണോ? ഒരു കുട്ടീനോട് ഉമ്മ പറയാണ്, "നിനക്ക് പഠിക്കാൻ പറ്റൂല. നീ എന്നും ഇങ്ങനെ കളിച്ച് നടന്നോ? നിനക്ക് പഠിക്കണേലല്ലോ ശ്രദ്ധ. കളിക്കുന്നതിലാണ് ശ്രദ്ധ. നിനക്ക് പഠിക്കാൻ സാധിക്കില്ല. ഇങ്ങനെ ഇങ്ങനെ പോവാണെങ്കിൽ നീ പഠിക്കില്ല. നീ തോറ്റുപോകും, തോറ്റുപോകും, തോറ്റുപോകും." 4 തവണ പറഞ്ഞാ കുട്ടിക്കന്നെ ഓൾറെഡി തോന്നും. ആ, ഞാൻ തോറ്റു പോവൂലേ? തോറ്റു പോവില്ലേ? നമ്മൾ ഉദ്ദേശിക്കുന്നത് കുട്ടി തോൽക്കാതെ പേടിച്ചുകൊണ്ട് തോൽക്കുമെന്ന് പേടിച്ചിട്ട് ജയിക്കാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യാന്നുള്ളതാ. പക്ഷെ ഇപ്പൊ എന്താന്ന് വെച്ചാല് ആത്മവിശ്വാസം അവർക്ക് നമ്മളിങ്ങനെ കൊടുക്കുന്നതിൽ എന്താ അറിയോ? നീ തോറ്റു പോകും, തോറ്റു പോകും എന്നാണ്. അപ്പൊ കുട്ടി ഓൾറെഡി എന്തായാലും ഇപ്പൊ ഞാൻ തോറ്റു പോകും, എനിക്ക് കഴിവില്ല എന്നുള്ളത് വിശ്വസിച്ചിട്ട് എഗെയിൻ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. മുന്നേ ഒക്കെ ആണെങ്കിൽ നമുക്കൊരു ഭയം ഉണ്ടായിരിക്കും. നമ്മൾ വേഗം അത് അച്ചീവ് ചെയ്യാൻ നോക്കും. ഇപ്പന്ന് വെച്ചാല് എന്താണോ കേൾക്കുന്നത് അത് പല കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്യാൻ മനസ്സ് തയ്യാറായിട്ടുള്ളൊരു കാലഘട്ടമാണിത്. അപ്പോ നമ്മൾ എന്താണ് പറയുന്നത്? നമ്മൾ എന്താണ് കേൾക്കുന്നത്? നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നത് നമുക്കില്ലെങ്കിലും, നമുക്ക് ചുറ്റുപാടുകൾ നെഗറ്റീവ് ഇല്ലെങ്കിലും ശരി, നമ്മളത് ചിന്തിക്കുന്നത് നെഗറ്റീവിലാണ്. നമ്മൾ പിന്നെയും പിന്നെയും നെഗറ്റീവിലാണ്. അതായത് 2 കൂട്ടുകാരികള്. 2 കൂട്ടുകാരികളെ വേണ്ട 2 കൂട്ടുകാരന്മാര് ഒരേ ഓഫീസിൽ ജോലി ചെയ്യാണ്. ഒരേ ഓഫീസിൽ ഒരേ പൊസിഷനിൽ ജോലി ചെയ്യാൻ നല്ല ഫ്രണ്ട്സ് ആണ്. നല്ല ഫ്രണ്ട്സ് ആണ്. പക്ഷേ ഒരാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുകയാണ്. ഒരാൾക്ക് സ്ഥാനക്കയറ്റം കിട്ടുമ്പോൾ ഈ രണ്ടാമത്തെ ആൾക്ക് എന്താണ് ഇമോഷൻ വരേണ്ടത്? ഒന്നുമില്ലെങ്കിൽ സമാധാനം, ഹാപ്പിനെസ്സും അവരെ അവന്റെ സന്തോഷത്തിൽ സന്തോഷിക്കാനുള്ള, അവനെ കൺഗ്രാജുലേറ്റ് ചെയ്യാനുള്ള ഒരു മനസ്സ് ഒക്കെയാണ്. പക്ഷെ ഈ രണ്ടാമത്തെ വ്യക്തിക്ക് ഹാപ്പിനെസ് ഉണ്ടാവുമെന്ന് തോന്നുന്നുണ്ടോ? ഒരേ പൊസിഷനിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഒരാളുടെ എഫേർട്ട് കൊണ്ടായിരിക്കും അവിടെ പൊസിഷൻ മാറിയത്. നെക്സ്റ്റ് ലെവലിലോട്ട് പോയത്. പക്ഷെ ഈ കൂട്ടുകാരനായിട്ടുള്ള ആ വ്യക്തിക്ക് അതേ ടൈം പുറത്ത് സന്തോഷം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ എന്തായിരിക്കും? വേദനയായിരിക്കും. വിഷമായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. പല സന്തോഷിക്കുന്ന വേളകളിലും അവിടെ വേദനിക്കുന്ന കുറച്ച് ആളുകൾ ഉണ്ടായി. കല്യാണം എടുക്കാം. ഒരു നല്ല കല്യാണത്തിന് ഭയങ്കര ആർഭാടായിട്ടുള്ള കല്യാണത്തിന് കുറേ ഉമ്മമാരും ഉപ്പമാരും വരുന്നുണ്ട്. അവരവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും, അവരവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നുണ്ടെങ്കിലും, അവരവിടെ ചിരിച്ചോണ്ടിരിക്കുന്നുണ്ടെങ്കിലും, പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അവരുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു വേദന ഉണ്ടാവും. പടച്ചോനെ ഇക്കും മക്കളുണ്ടല്ലോ. ഇന്റെ മക്കളുടെ കാര്യങ്ങൾ ഇങ്ങനെ കഴിയണ്ടേ? സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ അതിനെ കുറിച്ചിട്ടുള്ള ആവലാതികൾ ഉണ്ടാവും. ഇനി അതല്ല ഒരു നല്ല ബന്ധം വരാത്തത് കൊണ്ടുള്ള പ്രയാസാണ് എങ്കിൽ എന്റെ മക്കൾക്കും ഇതുപോലെ ഒരു ജീവിതം കിട്ടണ്ടേ? വേദനിക്കൂലേ?
ഉം ഇല്ലേ? ഏത് സന്തോഷിക്കുന്ന ഒരു ഇടം എടുത്തു നോക്കിയാൽ നമുക്കറിയില്ല അവര് വേദനിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന്. ഏത് സന്തോഷിക്കുന്ന ഒരു ഇടം എടുത്തു നോക്കിയാലും അവിടെ ആ സന്തോഷം കാരണം ആ സന്തോഷം അവരെ വേദനിപ്പിച്ചു എന്നല്ല. ആ വേദനിക്കുന്ന ആളുടെ അവസ്ഥ അതാണ്. ഉം. ആ വേദനിക്കുന്ന ആള് അതില് എന്താ പറയാ, ഇള്ളതിൽ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട് എങ്കിലും ഇതുമായിട്ട് കമ്പയർ ചെയ്യാണ്. എന്റെ മക്കൾക്കും ഇങ്ങനെ കാര്യങ്ങൾ വരണ്ടേ എന്നുള്ളത്. അയാളുടെ ഒരു നിസ്സഹായാവസ്ഥയായിരിക്കും പലപ്പോഴും അത്. ക്ലിയർ? എത്രയോ എത്രയോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ആർഭാടങ്ങൾക്ക് പുറകില് പോകുന്നുണ്ട്. അപ്പൊ ഇതേ സമയം നമ്മൾ കാരണം വേറെ ആരെങ്കിലും വേദനിക്കുന്നുണ്ടോ? വേദനിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. നമ്മൾ കാരണം ഒരാൾ വേദനിക്കുന്നുണ്ട് എങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ നമ്മുടെ സന്തോഷത്തിന്റെ പുറകിലോ, നമ്മളുടെ ജീവിതത്തിന്റെ ഏതെങ്കിലും സിറ്റുവേഷനിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത്. ചിലപ്പോ ഈ പറഞ്ഞ കല്യാണം തന്നെ എടുക്കാം. നമ്മൾ ഒരുപാട് സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വെച്ചിട്ടായിരിക്കും കല്യാണം അത് നടത്തിയ ഭംഗിയാക്കുന്നത്. പക്ഷേ ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോ ഒരു കമ്പാരിസൺ വരുമ്പോ വേദന ഉണ്ടാകാം. അപ്പൊ വേദനിക്കാൻ 100 കാരണങ്ങൾ, 1000 കാരണങ്ങൾ, 10,000 കാരണങ്ങളുണ്ട്. നെഗറ്റീവ് ചിന്തിക്കാനും 10,000 കാരണങ്ങളുണ്ട്. നമ്മളുടെ മനസ്സ് എപ്പോഴും വേദനിക്കാനും നെഗറ്റീവ് ചിന്തിക്കാനുള്ള കാര്യങ്ങളാണ് ഗ്രാബ് ചെയ്യുക. ക്ലിയർ? ഇപ്പൊ ഫൗസി പറയണ്ടായി രാവിലെ തന്നെ ഇപ്പൊ ഹീലിംഗ് സെഷന് വരുമ്പോ ഒരു പോസിറ്റീവ് എനർജിയാണ് അന്നത്തെ ദിവസം. ഭയങ്കര ഇതാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ നമ്മളെ മനസ്സ് ഓൾറെഡി ഗ്രാറ്റിറ്റ്യൂഡിലാവുകയാണ്. നമ്മൾ എഴുന്നേറ്റ് വന്ന് കേൾക്കുന്ന കാര്യങ്ങൾ ഓരോരുത്തർക്കും ആവശ്യമുള്ള കാര്യം മാത്രമാണ്. അപ്പൊ നമുക്കൊരു നമ്മൾ വളരെ പ്രൗഡായിട്ടും നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിട്ടും നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള സ്റ്റെപ്പിലെത്തും. നമ്മളൊരു സമാധാനത്തിൽ, അതായത് നെഗറ്റീവാണ് ഞാനും നിങ്ങളും എഴുന്നേൽക്കുമ്പോൾ നെഗറ്റീവിലാണ് എഴുന്നേൽക്കുന്നത്. പക്ഷെ ഒരു ന്യൂട്രൽ ലെവലിലോട്ട് നമ്മളെ മൈൻഡിനെ കൊണ്ടുവരാൻ പറ്റും. അവിടുന്ന് പിന്നെ അങ്ങോട്ട് നമുക്ക് എല്ലാം ചെയ്യാൻ കഴിയും. അത് തന്നെയാണ്. പക്ഷെ ഈ ന്യൂട്രൽ ലെവലിലോട്ട് എല്ലാവർക്കും സ്വയം എത്താൻ കഴിയണം എന്നില്ല. നമ്മള് പഠിക്കണം. നമ്മളെങ്ങനെ ന്യൂട്രൽ ലെവലിൽ എത്തുക? ന്യൂട്രൽ ലെവലിൽ എത്തുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത് നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. രാവിലെ മക്കളോട് നല്ല സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക എന്നുള്ളതാണ്. നെഗറ്റീവ് ആയിട്ടുള്ള വാക്കുകൾ രാവിലെ തന്നെ കേൾക്കാതിരിക്കുക, പറയാതിരിക്കുക എന്നൊക്കെ ഉള്ളതാണ്. ഓക്കെ. ഞാൻ നിങ്ങളോട് ഇവിടെ റെസ്പോണ്ട് ചെയ്യാൻ പറയണത് എന്താ അറിയോ? നിങ്ങൾ ചിന്തിച്ചിട്ട് അതിന്റെ നിങ്ങളുടെ മൈൻഡിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ പോസിറ്റീവ് ആക്കാനും കൂടിയിട്ടാണ്. ക്ലിയർ? ക്ലിയർ? അപ്പോ നമ്മൾ എന്ത് കേൾക്കണമെന്ന് നമുക്ക് തീരുമാനിക്കാം. കേൾക്കണം എന്ന് പറയുമ്പോൾ ചെവി പൊത്തി പിടിച്ചിട്ട് ഇതെനിക്ക് കേൾക്കണ്ട എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പറയാതിരിക്കാനോ പറയാനോ പറയാൻ പറ്റില്ല. പക്ഷേ അത് കേൾക്കുന്നതിൽ എന്തൊക്കെ എൻ്റെ മനസ്സിലോട്ട് എടുക്കാം എന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റും. അതായത് ഒരു എക്സാമ്പിൾ, ഒരു മദർ ഇൻ ലോ ഉള്ള വീട്ടില് ഒരുപാട് കഥകൾ നമ്മൾ കേൾക്കേണ്ടി വരും. എല്ലാ മദർ ഇൻ ലോ അല്ല, ചില മദർ ഇൻ ലോ അവർക്ക് ഇങ്ങനെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതിൽ പണ്ട് അവര് അനുഭവിച്ച ത്യാഗങ്ങളും കാര്യങ്ങളും മറ്റുള്ളവരുടെ കുറ്റവും കുറച്ചിലും ഒക്കെ നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഈ ആൾക്കാരെ പറ്റിയിട്ടൊക്കെയുള്ള കഥകളൊക്കെ നെഗറ്റീവ് കഥകളാണെങ്കിൽ വിശ്വസിച്ചിരുന്നാൽ നമുക്ക് പിന്നെ ഇവരെ കാണുമ്പോഴൊക്കെ ഇത് ഓർമ്മ വരും. നമുക്ക് അവരോട് ദേഷ്യം വരാം, സങ്കടം വരാം, ഒക്കെ ഉണ്ടാവാം. ക്ലിയർ? പക്ഷെ അത് സത്യമാണോ? എത്രത്തോളം സത്യമാണ്? ആ വ്യക്തികൾ നമ്മളോടൊന്നും ചെയ്തിട്ടില്ല. ഇവരോടാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. നമ്മളോട് ഈ വ്യക്തികൾ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളോട് ചെയ്യാത്തതിന്റെ പേരിലാണ് പലപ്പോഴും നമ്മൾ പല കഥകളും വിശ്വസിച്ച് പലരിലും നമ്മൾ അകലം പാലിക്കുന്നത്. അല്ലെങ്കിൽ ദേഷ്യം വരുന്നത്. ചില ബന്ധങ്ങൾ അകലം തന്നെ നല്ലതാണ് ട്ടോ. അകലം എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുക എന്നല്ല, തുച്ചിരിക്കുക. അപ്പോ ഇത് നമ്മളിങ്ങനെ നിരന്തരായിട്ട് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ആളുകളെ കുറിച്ചിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു യൂട്യൂബിൽ. ഇപ്പോഴും അത് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. എൻ്റെ ഏറ്റവും കൂടുതൽ റീച്ചുള്ള ഒരു വീഡിയോ ആണത്. അതിൽ പലരും ചോദിക്കുന്നുണ്ട്, വീട്ടിലുള്ള ഒരാളാണ് നിരന്തരായിട്ട് ഇത് പറയുന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന്? വീട്ടിലുള്ള ആളെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇല്ല. പക്ഷെ നമ്മളുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റും. എങ്ങനെ?
ചെവിയിലൂടെ അത് കേൾക്കുന്നുണ്ടെങ്കിലും മനസ്സിലേക്ക് എത്താത്ത രൂപത്തിൽ മനസ്സിൽ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. ഈ ആൾ ഇങ്ങനെയാണ്, നെഗറ്റീവാണ്. ഇവർക്ക് നെഗറ്റീവ് പറയാനും അതിൽ കൂടുതൽ പറയുന്നതിൽ കൂടുതൽ സന്തോഷം കിട്ടുന്നതാണ്. അത് അവരുടെ ക്യാരക്ടറാണ്. അത് അവരവിടെ ഇരുന്ന് പറഞ്ഞോട്ടെ. അത് നമ്മളുടെ മനസ്സിലോട്ട് എടുക്കാതെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് അതായത് ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വലത് കൈ വെച്ചുകൊണ്ട് ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറഞ്ഞാൽ അത് ക്ലിയർ ആവാന്ന് വെച്ചാൽ അതിന്റെ ഇന്റൻസിറ്റി കുറയും. അതുപോലെ തന്നെ ഈ പുരികത്തിന്റെ മുകളിൽ ക്യാൻസൽ, ക്യാൻസൽ, ക്യാൻസൽ എന്ന് പറഞ്ഞാലും അതിങ്ങോട്ട് വരുന്നതിനെ നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിങ്ങനെ അവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് തിരിഞ്ഞു നിന്നിട്ടായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്നിവിടെ അങ്ങനെ വെറുതെ ഇങ്ങനെ തലവേദനിക്കുന്ന പോലെയായിട്ട് കാണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്തിട്ട് ക്യാൻസൽ മനസ്സുകൊണ്ട് പറയുക. അപ്പൊ ഈ കഥകളുടെ ഇന്റൻസിറ്റി കുറയും. മനസ്സിലാവുണ്ടോ? അതുപോലെ നമ്മളും പറയാതിരിക്കുക. ക്ലിയർ? അപ്പോ നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നത് നെഗറ്റീവ് എനർജി ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ചില ആളുകള് എഗെയിൻ ഞാൻ ഇത് പറയാൻ കാരണം നമുക്കൊക്കെ ഇങ്ങനെ സ്വഭാവമുണ്ട്. നമ്മൾ 2-3 ആളുകളെ കൂടുമ്പോൾ നമ്മളൊരു കഥ പറച്ചിൽ തുടങ്ങും. കഥ പറച്ചിൽ തുടങ്ങിക്കഴിഞ്ഞാല് ഉള്ളതായിരിക്കാം. പക്ഷെ നമ്മൾ അതുമ്മങ്ങാണ്ട് പെരുപ്പിച്ച് എനിക്കൊക്കെ പണ്ട് ഉണ്ടാകുന്ന സ്വഭാവം തന്നെ. ഇപ്പൊ പിന്നെ പറയാൻ നേരമില്ലാണ്ടാണോ ഇനി വേണ്ടെന്ന് വെച്ചിട്ടാണോ എന്നറിയില്ല. ഇപ്പൊ എനിക്ക് അത് കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് പറയുമ്പോഴും. അതായത് എസ്പെഷ്യലി വീട്ടമ്മമാർക്ക് ഇപ്പൊ ഫ്രണ്ട്സിനെ കാണുമ്പോ കുടുംബത്തിലുള്ളവരെ കാണുമ്പോ ഒക്കെ ഇത് പറയുമ്പോ നമ്മളുടെ ഉള്ളിൽ ഒരു ഹാപ്പിനെസ് വരും. ഒരാളെ പറ്റിയിട്ട് നമ്മളിങ്ങനെ പറയുമ്പോ പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിലത്തെ എന്തോ ഒരു എനർജി, പോസിറ്റീവ് എനർജി ഇറങ്ങിപ്പോയ പോലെ ഒരു ഫീൽ ചെയ്യും. പിന്നെ നമുക്കൊരു ഗിൽറ്റ് ഫീൽ ചെയ്യും, ഇത്രക്കൊന്നും പറയേണ്ടിയിരുന്നില്ല എന്ന്. അപ്പൊ അത് നമ്മളിലുള്ള പോസിറ്റീവ് കൂടെ കുറച്ച് ഇറങ്ങിപ്പോയേക്കാണ്. അപ്പൊ ആവശ്യമില്ലാതെ നമ്മളുടെ മനസ്സ്, ചിന്ത, വാക്കുകള് ഒന്നും നെഗറ്റീവിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുത്. കേൾക്കുന്നതിലെല്ലാം വിശ്വസിക്കരുത്. കേൾക്കുന്നതിനെല്ലാം സ്പേസ് കൊടുക്കരുത്. ക്ലിയർ? ഇങ്ങനെയൊക്കെ ചെയ്താൽ മാത്രമാണ് നമ്മളുടെ ആ മനസ്സ് നമ്മൾക്ക് എപ്പോഴും ഒരു പൂന്തോട്ടം പോലെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. ഒരു പൂന്തോട്ടം പോലെ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമ്മളുടെ മനസ്സിൽ നല്ല സുഗന്ധം, നല്ലൊരു പ്രകാശം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് കൊണ്ടുപോകണമെങ്കിൽ ഈ ഒരു സംഭവം വേണം വേണം വേണം. ക്ലിയർ? ഇപ്പൊ നിങ്ങൾ കേൾക്കുന്നത് ഒരുപക്ഷെ നെഗറ്റീവ് ആയിരിക്കാം. പക്ഷെ കുറച്ച് ക്ലാസ്സുകളും കൂടെ കഴിഞ്ഞാൽ നിങ്ങൾക്കത് നെഗറ്റീവ് നിങ്ങളിലേക്ക് വരാതിരിക്കുകയും ഇനി ഇൻ കേസ് വന്നാൽ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങൾ ഓക്കെ ആകും. ഓക്കെ, ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ് 2 വ്യക്തികൾ. അതിലൊരാൾക്ക് ഇംഗ്ലീഷ് നന്നായി ഫ്ലുവന്റ് ആയിട്ട് സംസാരിക്കാൻ അറിയാം. വേറൊരാൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷെ ഇംഗ്ലീഷ് പറയാനും അതിന്റെ കാര്യങ്ങളൊക്കെ ഒരു ഭയാണ്. ഓക്കെ, ആർക്കാണ് ഇവിടെ കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? ഒരു ഇംഗ്ലീഷിലാണ് ചോദിക്കുന്നതെങ്കിലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ്. മറ്റാള് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ഉണ്ട്, പക്ഷെ ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത് കൊണ്ട് ഇവരിനോട് ഇംഗ്ലീഷിൽ ചോദിക്കും എന്നുള്ള ഭയം കാരണം സക്സസ്ഫുള്ളി അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഇതിൽ ആർക്കാണ് ഫസ്റ്റ് വൺ ഇംഗ്ലീഷ് അറിയുന്ന ആള്, സെക്കൻഡ് വൺ അറിയാത്ത ആള്, 1, 2 ഇതിൽ ആർക്കാണ് നല്ല അടിപൊളിയായിട്ട് ഇത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുക? 1 or 2 ഒന്ന് ചാറ്റിലിട്ടെ. ഫസ്റ്റ് വൺ. എന്തുകൊണ്ട്? ആൾക്ക് അറിയാം എന്നുള്ളൊരു കോൺഫിഡൻസ് കൊണ്ടാണ് അവിടെ പോകുന്നതും അറ്റൻഡ് ചെയ്യുന്നതും. അവിടെ എന്താ ചോദിക്കുക എന്നുള്ളതില്ല, ഭയമില്ല. സെക്കൻഡ് ആൾക്ക് അവിടെ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം അറിയാം, പക്ഷെ ഭയം കാരണം നമുക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെ വരും. ഇത് തന്നെയാണ് നമ്മളുടെ സിറ്റുവേഷൻ. നീന്തൽ അറിയുന്ന ഒരാൾക്ക് കുറേയും കൂടെ വെള്ളം ആസ്വദിക്കാൻ പറ്റും. നമുക്ക് നമ്മളുടെ ചിന്തകളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നു, അത്രയും പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് തീരുമാനം എടുക്കാനും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനും നിങ്ങൾക്ക് നിങ്ങളെ ബെറ്റർ ആക്കാനും സാധിക്കും.
ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. ഒരു കാലുകൾ നിലത്ത് പതിച്ച് കണ്ണുകൾ അടച്ച് ശ്വാസത്തിൽ മാത്രം ശ്രദ്ധിച്ച് വളരെ റിലാക്സ് ആയിരിക്കുക. വളരെ റിലാക്സ് ആയി ബ്രീത്ത്സ് ഇൻ, ബ്രീത്ത്സ് ഔട്ട്, ബ്രീത്ത്സ് ഇൻ, ബ്രീത്ത്സ് ഔട്ട്, ബ്രീത്ത്സ് ഇൻ, ബ്രീത്ത്സ് ഔട്ട്. വലത് കൈ ഹൃദയത്തോട് ചേർത്ത് വയ്ക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഞാൻ ഓരോ ദിവസവും കേൾക്കുന്ന കാര്യങ്ങൾ, ഞാൻ ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ, ഞാൻ ഓരോ ദിവസവും ചിന്തിക്കുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും എനിക്ക് ഗുണമുള്ള കാര്യമാണോ, അതോ എനിക്ക് പ്രത്യേകിച്ചൊന്നും ഗുണമില്ല, അല്ലെങ്കിൽ എനിക്ക് ഗുണമേ ഇല്ല, എനിക്ക് പ്രയാസമായിട്ട് കിട്ടുന്ന കാര്യങ്ങളാണ്? ചിന്തിച്ചുകൊണ്ടേയിരിക്കുക. ഞാൻ മനസ്സിലാക്കുന്നത്, എനിക്ക് പ്രയാസമുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് പ്രയാസമുള്ള കാര്യത്തെക്കുറിച്ച് എന്തുകൊണ്ട് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയുന്നില്ല? പ്രയാസങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും. ഒറ്റപ്പെടലും ബുദ്ധിമുട്ടുകളും അസുഖവും എല്ലാം ഉണ്ടാകും. പക്ഷെ അതിനെ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നുവോ അതുപോലെ എനിക്ക് ആ പ്രശ്നം നേരിടാൻ സാധിക്കും. ഞാൻ അതിൽ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും നെഗറ്റീവ് റിസൾട്ട് തന്നെയാണ് വരികയുള്ളൂ. അതെ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി മുതൽ ഞാൻ പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നു, അതിനുവേണ്ടി പരിശ്രമിക്കുന്നു. കാരണം ഈ ലോകത്ത് ഞാൻ വിജയിക്കണമെന്നും സമാധാനത്തിൽ ജീവിക്കണമെന്നും സന്തോഷത്തോടെ മുന്നോട്ട് പോകണമെന്നും ഞാൻ എത്രത്തോളം വിഷമിക്കുന്നുണ്ട് എന്നും ഈ വിഷമങ്ങളെല്ലാം എനിക്ക് ഹാൻഡിൽ ചെയ്തിട്ട് എനിക്കൊരു നല്ല ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത് ഞാൻ മാത്രമാണ്. മറ്റുള്ളവർ എന്നെ നോക്കുമ്പോൾ എൻ്റെ ലൈഫിലുള്ള സന്തോഷം മാത്രമാണ് ആളുകൾ കാണുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ് എന്നുള്ളത് മാത്രം, എൻ്റെ ജീവിതത്തിലെ സൗഭാഗ്യം മാത്രം. ഞാനിപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ എന്നെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ കൂടുതൽ 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 എൻ്റെ പ്രശ്നങ്ങളെ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അതെ, എനിക്കിങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അത് ഞാൻ അംഗീകരിക്കുന്നുണ്ട്. Breathe in, breathe out. നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരല്പം കൂടെ അടുത്ത് സംസാരിക്കുകയാണ്. ഐ ആം റിയലി സോറി, റിയലി സോറി, റിയലി സോറി. ഞാൻ ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു നിന്നോട്. കാരണം ഇതൊന്നും അറിയാത്തതിൻ്റെ പേരിൽ ഇത്രയും കാലം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് വേദനിച്ചു. ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പോലും ഒരുപാട് വേദനിച്ചു. എനിക്ക് ദേഷ്യം വരാറുണ്ട്, എനിക്ക് വിഷമം വരാറുണ്ട്, എനിക്ക് ഉറക്കെ കരയാനും എനിക്ക് എന്നെ തന്നെ വേദനിപ്പിക്കാനും തോന്നാറുണ്ട്. ഐ എം റിയലി സോറി. ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു. എൻ്റെ ഈ പ്രയാസങ്ങൾക്കൊക്കെ ഞാൻ നിന്നോട് ആത്മാർത്ഥമായി ക്ഷമ ചോദിക്കുന്നു. ഇന്നേ വരെ നീ എനിക്ക് ചെയ്തു തന്ന ഈ നിമിഷത്തിൽ നീ എൻ്റെ കൂടെ നിന്ന് കൊണ്ട് എനിക്ക് നല്ല കാര്യങ്ങളിൽ എത്തിച്ചു തന്ന, ഈ നിമിഷത്തിൽ എഴുന്നേൽക്കാനും ഈ നിമിഷത്തിൽ എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാനും ഇത്രമേൽ സഹായിച്ച നിനക്ക് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ ഗ്രാറ്റിറ്റ്യൂഡ്.
ഏറ്റവും കൂടുതൽ സ്നേഹം, ഏറ്റവും കൂടുതൽ കടപ്പാട്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നൊക്കെ സ്നേഹം കിട്ടണമെന്ന് പ്രതീക്ഷിക്കുമ്പോഴാണ് എനിക്ക് വേദന വരുന്നത്, എനിക്ക് പരാതികൾ വരുന്നത്. മറ്റുള്ളവർ എന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം, പക്ഷേ എനിക്കതിൽ സംതൃപ്തി ഉണ്ടാവുന്നില്ല. കാരണം എനിക്ക് മതിയാകുന്ന അത്ര സ്നേഹം കിട്ടുന്നില്ല എന്നുള്ളൊരു പരാതി എനിക്കുണ്ട്. ഞാനത് ഈ നിമിഷം മാറ്റുകയാണ്. ഞാൻ എന്നെ സ്നേഹിക്കുകയാണ്. എങ്ങനെയാണോ ഞാൻ, അങ്ങനെ ഞാൻ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്, സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ്. I love you. I love you. I love you so much. Love you so much. Love you so much. പതിയെ രണ്ട് കൈകൾ റബ്ബ് ചെയ്തുകൊണ്ട് ആ സ്നേഹം, എനർജി, ഗ്രാറ്റിറ്റ്യൂഡ് എല്ലാം തന്നെ മുഖത്ത് ടച്ച് ചെയ്ത് പതിയെ നിങ്ങൾ കണ്ണുറക്കുക. ശരീരത്തിന്റെ എല്ലാ ഭാഗത്തോട്ടും ശേഷം വിരലുകൾ ടച്ച് ചെയ്യുക. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ് മൈ ഡിയേഴ്സ്. നിങ്ങളോട് ഞാൻ നിങ്ങളെ ഞാൻ എപ്പോഴെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഐ എം റിയലി സോറി. പ്ലീസ് ഫോർഗിവ് മീ. I thank you. I love you. I love you. I love you. I love you so much. 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 All the very best, my dears. ഏറ്റവും സന്തോഷമുള്ള, സമാധാനമുള്ള, സമൃദ്ധിയുള്ള, സമ്പത്തുള്ള, ആശ്വാസമുള്ള ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസമായിരിക്കട്ടെ ഇൻഷാ അല്ലാഹ് എന്ന് നിങ്ങൾക്ക് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. താങ്ക് യു.